ദുഃഖഭാരം ചുമക്കുന്ന ദുശ്ശകുനമാണു ഞാൻ. ചില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ, കല്ലെറിയല്ലേ, എന്നെ കല്ലെറിയല്ലേ. 1960 ഒക്കെ തുടക്കത്തിൽ, 60കളുടെ തുടക്കത്തിൽ വന്നിരുന്ന ഒരു നാടകമാണ് KPSC അവതരിപ്പിച്ച തോപ്പിൽ ഭാസിയുടെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള, ആയിരക്കണക്കിന് പറഞ്ഞ പോലെ സ്റ്റേജുകളിൽ കളിച്ച, വളരെയധികം ആൾക്കാർക്ക് ജനത്തിന് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് കിട്ടിയൊരു നാടകമായിരുന്നു അശ്വമേധം എന്ന് പറയുന്നത് KPSCയുടെ. ഈ അശ്വമേധം നാടകത്തിലൊരു ഗാനമാണ് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് പാടാൻ ശ്രമിച്ചത്. അത് 1960 എന്ന് പറഞ്ഞാൽ, ഇത് ഈ നാടകത്തിൻ്റെ പ്രധാന കണ്ടൻറ്റ് എന്ന് പറയുന്നത് കുഷ്ഠരോഗം. അന്ന് കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ ലെപ്രസി, കുഷ്ഠരോഗവും കുഷ്ഠരോഗികളൊക്കെ കണ്ടമാനം നാട്ടിൽ തെരുവിലൊക്കെ ഇറങ്ങി നടക്കുക, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന. കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ പുരാണപ്രസ്ഥമായിട്ടുള്ള പുരാണങ്ങളിലും വേദത്തിലും ഒക്കെ ഈ കുഷ്ഠരോഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതായത് ആയുർവേദത്തിൽ പോലും ചികിത്സയില്ലാത്തൊരു രോഗം എന്നുള്ള മട്ടിലാണ് കുഷ്ഠരോഗത്തെക്കുറിച്ച് പറയുന്നത്. ഇങ്ങനെ കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പെട്ടെന്ന് പകരുമൊന്നുമില്ല. തുടർച്ചയായിട്ട് നമ്മൾ വർഷങ്ങളോളം എന്ന് പറയുന്ന പോലെ രോഗിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ബന്ധപ്പെടുന്നവർക്കും വേണമെങ്കിൽ ഈ രോഗം പകരാം. പക്ഷേ ഈ കാരണം ചിലപ്പോൾ ഈ അംഗങ്ങൾ, വിരലുകളിൽ, കയ്യിലൊക്കെ വന്നു കഴിഞ്ഞാൽ വിരലുകൾ മുറിഞ്ഞു പോവുക, ചെവി മുറിഞ്ഞ്, കണ്ണിൻ്റെ പോഷം മുറിഞ്ഞ്, കവിള് മുറിഞ്ഞു പോവുക, അങ്ങനെയൊക്കെ വന്നിട്ട് ഒരു വല്ലാത്ത കാല് മുറിഞ്ഞ് ഈ പഴുപ്പും ചോരയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു മുറി ഒരിക്കലും ഉണങ്ങാതെ ഇതിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും ഇത് പകരുമോ എന്നുള്ളൊരു പേടി, ഒരു അറപ്പും അതിൻ്റെ ഒരു ബീഭത്സമായിട്ടുള്ള അവസ്ഥയൊക്കെ കാരണം ആൾക്കാർ ഈ കുഷ്ഠരോഗികളെ വളരെയധികം മാറ്റി നിർത്തും. ഒരു വീട്ടിൽ തന്നെ, അന്ന് പല വീടുകളിലും നമ്മുടെ പൊതുരംഗത്ത് അറിയപ്പെടുന്ന പല കലാകാരന്മാർക്കും സംഗീതജ്ഞർക്കും ഒക്കെ വന്നിട്ടുള്ള അസുഖമാണ് ഈ കുഷ്ഠം എന്ന് പറയുന്ന സാധനം. അത് 60കളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ, എൻ്റെയൊക്കെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ വഴിയിൽ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നതായിരുന്നു ഈ ഭിക്ഷ എടുക്കാനിട്ടിരിക്കുന്ന കുഷ്ഠരോഗികൾ. അല്ലാതെ വീട് തോറും വന്നിട്ട് ഇങ്ങനെ, അപ്പോൾ കുഷ്ഠരോഗി കണ്ടാൽ ഉടനെ എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടേക്ക്. അത് അവരോടുള്ള സ്നേഹം ഇതുകൊണ്ടല്ല, ഇത് നമ്മൾ കഴിയുന്നത് വേഗം അവരെ ഒഴിവാക്കുക എന്ന് പറയുന്നൊരു രീതി എന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരം അതിന് എതിരായിട്ട് ഇങ്ങനെ വെറുക്കപ്പെടേണ്ട ആൾക്കാരല്ല അവരും സഹതാപം, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ പരിചരണം അർഹിക്കുന്നു, അങ്ങനെയൊക്കെ വേണ്ടതാണ് എന്നുള്ളൊരു സന്ദേശവും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ തോപ്പിൽ ഭാസി ഇങ്ങനെ നാടകം ഇടുന്നത്. അത് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ യേശുദേവൻ തുടങ്ങി, മഹാത്മാഗാന്ധി തുടങ്ങി, ബാബ ആംതെ പോലുള്ള ആൾ തുടങ്ങി, അതുപോലെ മദർ തെരേസ, ഇവരെല്ലാം ഈ കുഷ്ഠരോഗികളെ ഇത് ചെയ്യാനായിട്ട്, സമാധാനിപ്പിക്കാനായിട്ട്, അവർക്ക് വേണ്ട പരിചരണം ഒരുക്കാനും ഒക്കെ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ഫാദർ ഡാമിയൻ, ഇവർക്ക് ഈ ഫാദർ ഡാമിയനൊക്കെ അവസാനം കുഷ്ഠരോഗികളായിട്ട് നിരന്തരം 10-20 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്നെ കുഷ്ഠരോഗം വരികയൊക്കെ ചെയ്തു. പക്ഷേ അത് പുള്ളി മൈൻഡ് ചെയ്യാതെ ഇവരെ പരിഹരിച്ചുകൊണ്ട് നിൽക്കുകയൊക്കെ ചെയ്താണ്. കുഷ്ഠം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു രോഗമായിരുന്നു. അപ്പോൾ ആ ഒരു രോഗത്തിൽ അത്രയധികം പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ, ആ വീട്ടിൽ വരുന്ന രോഗിയുടെ വീട്ടിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ്, ബാക്കിയുള്ളവരെങ്ങനെ കാണുന്നു, അതൊരു കുടുംബത്തെ എങ്ങനെ തകർക്കുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റായിരുന്നു ഈ അശ്വമേധം എന്ന് പറയുന്നത്. ഈ കുഷ്ഠരോഗത്തിന് എതിരെയുള്ള, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ഒരു അവബോധം മനുഷ്യരിൽ, സാധാരണക്കാരിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ കുടുംബാസൂത്രണത്തിൻ്റെ ഒരു പ്രാധാന്യവും കൂടെ മനസ്സിലാക്കത്തക്ക രീതിയിലായിരുന്നു. കാരണം ഇതിലെ ഒരു പ്രധാന കഥാപാത്രം PJ ആൻ്റണിയാണ് വേഷം ചെയ്തത്. കേശവസ്വാമി എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. അതായത് ഇതിൽ വരുന്ന നമ്മുടെ നായിക ഷീലയുടെയൊക്കെ അച്ഛനായിട്ട് വരുന്നത്. പുള്ളിക്ക് 9 പിള്ളേരുണ്ടായി കഴിഞ്ഞിട്ട് 10ാമത്തെ ഗർഭിണിയായിട്ട് ഭാര്യ നിൽക്കുകയാണ്. അപ്പോൾ അതിൽ ഇയാൾ പറയുന്ന ഈ ദൈവം തരുന്നു, 2 കൈ നീട്ടി തരുന്ന സാധനം ഞാൻ 2 കൈ നീട്ടി ഇത് വാങ്ങിക്കുന്നു, ആ ഒരു രീതിയിലാണ് പുള്ളി പിള്ളേരുണ്ടാകുന്നതിനൊക്കെ കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം, ഇതിനെല്ലാം കൂടെ എന്താ ചിലവെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു മകൻ ബോംബെയിലോ മറ്റോ ഉണ്ട്. ഈ മകനെ അയച്ചു കൊടുക്കുന്ന കാശ് കൊണ്ട് വേണം ബാക്കി, ഈ മകളെ ഷീല എന്നെ തയ്ക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് വേണം ഈ ബാക്കിയുള്ള പിള്ളേരെ മുഴുവൻ പുലർത്താനും ഇങ്ങനെയൊക്കെ ഉള്ള. ഷീലയുടെ തൊട്ട് താഴെ ഒരു ഇന്ദിരാത്തമ്പി ചെയ്യുന്നൊരു അനിയത്തിയുണ്ട്. അവരുടെ വിവാഹപ്രായമൊക്കെ ആയി വരുന്നു. അപ്പോൾ ഇതെല്ലാം നടത്തണം, ഇതിനൊക്കെയുള്ള ബുദ്ധിമുട്ടുമൊക്കെ ഉള്ളൊരു കുടുംബത്തിലാണ് ഈ കഥ നടക്കുന്നത്. അവിടെ ഷീലയുടെ കാമുകനായിട്ട് പ്രേം നസീറുണ്ട്. സുന്ദരൻ, സുമുഖൻ, ചെറുപ്പക്കാരൻ, ആരോഗ്യ സമ്പന്നൻ, നല്ല ജോലിയുണ്ട്, നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ളതാണ്. ഇവിടെ അത്രയും സാമ്പത്തികമില്ല, പക്ഷേ നസീർ വളരെ ഇതാണ്. സുന്ദരനൊക്കെ നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ളതാണ്.
ഷീല കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇടയ്ക്ക് ഇവർ തമ്മിലുള്ള കാണലും ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇയാളുടെ വീട്ടിലത് സമ്മതിക്കുകയില്ല. നസീറിൻ്റെ വീട്ടിൽ GK പിള്ളയും TR ഓമനയാണ് അവിടെ അച്ഛനും അമ്മയായിട്ടുള്ളത്. അപ്പോൾ അവരിത് സമ്മതിക്കുകയില്ല. പക്ഷേ ആദർശവാനായിട്ടുള്ള പ്രേം നസീർ പറയില്ല, ഞാൻ അവളെ എനിക്ക് അത്ര ഇഷ്ടമാണ്, ഇത് അതുപോലുള്ളൊരു പ്രേമമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ കല്യാണം കഴിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അവസാനം വീട്ടുകാർ സമ്മതിക്കുക, ശരി കെട്ടിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് കല്യാണത്തിന് സമ്മതിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വന്തം ഇതിൽ ചിലവിൽ ഞാൻ നിങ്ങളുടെ പേര് വെക്കാതെ ഞാൻ കല്യാണക്കുറി അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നസീർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കല്യാണക്കുറിയൊക്കെ അടിച്ചിട്ടുണ്ട്. ഈ കല്യാണക്കുറി നസീറിൻ്റെ ഒരു സുഹൃത്തൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ തോമസ് എന്ന് പറഞ്ഞിട്ട്. പുള്ളി സത്യനാണ് വേഷം ചെയ്യുന്നത്. ഈ ഡോക്ടർ തോമസ് കുഷ്ഠരോഗം, അവിടുത്തെ സാനിറ്റോറിയം ഉണ്ട്, ഈ ലെപ്രസി സാനിറ്റോറിയം ഉണ്ട്, അവിടുത്തെ ഡോക്ടറാണ്. അപ്പോൾ ഈ ഡോക്ടറും നസീറുമൊക്കെ ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് ഈ കല്യാണക്കുറി ഡോക്ടർക്ക് കൊടുക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ കല്യാണമൊക്കെ തീരുമാനിച്ചിട്ട് വളരെ സന്തോഷവതിയായിട്ട് ഷീലയുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോകുന്നു. അപ്പോൾ ഷീല ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇനി 7 ദിവസവും കൂടി ഉള്ളൂ കല്യാണത്തിന്. 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാരതരളിത ഗാത്രികൾ, വിവാഹപൂർവരാത്രികൾ, ഇനി 7 സുന്ദര രാത്രികൾ. അതിമനോഹരമായിട്ടുള്ള വയലാറിൻ്റെ ഒരു രചന. ആ പാട്ടൊന്ന് ശ്രദ്ധിച്ച് നിങ്ങളതിൻ്റെ ലിറിക്സും. 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത ഗാത്രികൾ, വിവാഹപൂർവ്വ രാത്രികൾ. ഈ കൾ എന്ന് പറഞ്ഞിട്ട് തീരുന്നതും ആ പെണ്ണിൻ്റെ സങ്കല്പങ്ങളും ഇനി 7 ദിവസം കൂടെ കഴിഞ്ഞ് അവളുടെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഇവളുടെ ലൈഫിൽ വരുന്ന, വ്യക്തി ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളുള്ളൂ. ഇവൾ ഇഷ്ടപ്പെട്ട ആളുടെ ഭാര്യയാകാൻ പോകുന്നു, ഭാര്യയായിട്ട് പിന്നെ അവളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വളരെ പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടി കാത്തിരിക്കുന്ന ഒരു പെണ്ണ്. ഇവൾ ആ സന്തോഷത്തിൽ പാടുന്നതാണ്. അതിമനോഹരമായിട്ട് ആ പാട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ദേവരായ മാഷ് അറിഞ്ഞത് ട്യൂൺ ചെയ്തിട്ടുമുണ്ട്. വയലാർ എഴുതിയ നല്ല ഗംഭീരമായിട്ടുള്ള പാട്ട്. ഇന്നും ഹിറ്റാണ് മോഹനരാഗത്തിലുള്ള ആ 7 സുന്ദര രാത്രികൾ. പക്ഷേ ഇതിനിടയ്ക്ക് 7 സുന്ദര രാത്രികൾ തീരുന്നതിന് മുൻപ് ഒരു കാര്യം തിരിച്ചറിയുകയാണ്. ഈ സരോജത്തിന് കുഷ്ഠരോഗമുണ്ട്. ഈ പടത്തിൽ മറ്റ് ചില ക്യാരക്ടേഴ്സുണ്ട്. അതിലൊരു സാനിറ്ററി ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വീടുകളിൽ, അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു, വീട്ടിലെ പരിസരമൊക്കെ നോക്കുക, വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഇതിനൊക്കെ വരുന്ന ഹെൽത്ത് വിസിറ്റർ എന്ന് പറഞ്ഞിട്ട് തസ്തിക എന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ഹെൽത്ത് വിസിറ്റർ വരുമായിരുന്നു. അങ്ങനെ ഇയാൾ ഇടയ്ക്ക് പോയിട്ട് ബ്ലഡ് സാമ്പിൾ എടുത്തുകൊണ്ട് പോകുമോ, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ പല വീട്ടിൽ നിന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ റിപ്പോർട്ട് വന്നിട്ട് ഇയാൾ ഇത് വന്ന് പറയുകയാണ്, സരോജത്തിന്, അതായത് ഷീലയ്ക്ക് ലെപ്രസി ഉണ്ട്, കുഷ്ഠമുണ്ടെന്ന് പറയുകയാണ്. കംപ്ലീറ്റ് തകർന്നു പോവുകയാണ്. ഈ പെണ്ണും ആ കുടുംബം, അവളുടെ കുടുംബവും എല്ലാം തകർന്നിട്ട്. അതിനുമുമ്പ് ഇവിടെ ഡോക്ടറെ കാണുന്നുണ്ട്. ഈ ഡോക്ടറെ കാണുമ്പോൾ, ഡോക്ടർ സത്യൻ്റെ അടുക്കലാണ് വരുന്നത്. ഡോക്ടറെ കാണുന്ന സമയത്ത് അവിടെ മേശപ്പുറത്ത് നസീർ കൊടുത്തിരിക്കുന്ന കല്യാണക്കുറി എവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവൾക്ക് എന്തോ ഇങ്ങനെ സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഡോക്ടർ ഈ കല്യാണക്കുറി എടുത്തിട്ട്, ഇവളുടെ കൈ ഇങ്ങനെ ഇരിപ്പുണ്ട്, ഈ കല്യാണക്കുറി എടുത്തിട്ട് ഇവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുമ്പോൾ ഈ കല്യാണക്കുറി എടുത്തിട്ട് അതൊക്കെ ഇതിൻ്റെ അറ്റം കൊണ്ട് ഷീലയുടെ കൈയുടെ അറ്റത്ത് ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട്. കല്യാണക്കുറി കൊണ്ടാണ് ടച്ച് ചെയ്യുന്നത്. 7 ദിവസം കൂടെ കഴിഞ്ഞാൽ കല്യാണമാണ്. ഇങ്ങനെ ടച്ച് ചെയ്യുമ്പം ഇത് ഇവൾ തിരിച്ചറിയുന്നില്ല. ഈ സ്പർശനം ഇവൾക്ക് അറിയാൻ പറ്റത്തില്ല. കുഷ്ഠരോഗത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് ഈ സ്പർശനം അറിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ. ഡെഡായി പോയി എന്നുള്ളതാണ്. ഈ സ്പർശനം അറിയുന്നില്ല എന്നുള്ളിടത്ത് സത്യൻ്റെ ആ ഡോക്ടറുടെ മുഖഭാവവും ഇവളുടെ നിഷ്കളങ്കമായിട്ടുള്ളൊരിതും ഓഡിയൻസ് വല്ലാണ്ടായി പോകും. ഇവളിത് തിരിച്ചറിയുന്നില്ല, ഇവൾക്ക് ശരിക്കും ഈ രോഗം പിടിപെട്ടിരിക്കുന്നു എന്നുള്ള സത്യം അറിഞ്ഞു കഴിയുമ്പോൾ ഉള്ള ആ ഒരവസ്ഥ, ഇത് പിന്നെ അങ്ങോട്ട് വളരെ 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 മോശം അവസ്ഥയിലേക്ക് പോകുന്നു. ഇവൾ ഈ സാനിറ്റോറിയത്തിൽ അന്തേവാസിയായിട്ട് കഴിയുന്നു. ഇവളുടെ വീട്ടിൽ വരുന്ന മാറ്റങ്ങൾ, ഇവളെ പുറത്താക്കണ്ട, ഇവൾ സ്വയം ഇഷ്ടപ്പെട്ടങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവളുടെ കുടുംബം തകർന്നുമാണ്. അപ്പോൾ ഇവളുടെ കല്യാണം തീരുമാനിച്ചിട്ട് ഈ ബോംബെയിലുള്ള ഇവളുടെ സഹോദരൻ ചേട്ടൻ മധുവാണ് ആ വേഷം ചെയ്യുന്നത്. പുള്ളി ഇവൾക്കുള്ള സാരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്, കല്യാണത്തിന് കൊടുക്കാനുള്ള സാരിയൊക്കെ ആയിട്ട്. ഇയാൾ വന്നു കഴിയുമ്പോൾ ഇയാളും തകർന്നു പോവുകയാണ്. ഇയാളപ്പോൾ അനിയത്തിക്ക് അവിടെ ബോംബെ ജോലിയുള്ള ഒരു കൂട്ടുകാരനെ കൊണ്ട് കല്യാണമൊക്കെ ആലോചിച്ചിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പറയാൻ പറ്റുമോ അയാളോട്
നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് കുഷ്ഠരോഗമുള്ളൊരു ചേച്ചി ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അല്ലെ എൻ്റെ വീട്ടിൽ കുഷ്ഠരോഗം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇത് ഇയാളെ ധർമ്മസങ്കടത്തിലാക്കുന്നു. ഇങ്ങനെ ഈ രോഗം കാരണം നരകിക്കേണ്ടി വരുന്ന കഥാപാത്രങ്ങളാണ് ഈ പടത്തിലുള്ളത്. അത് ഇതിൽ വിൻസെൻ്റാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. സുപ്രിയയുടെ ബാനറിൽ നമ്മുടെ നഖങ്ങൾ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സുപ്രിയയുടെ കാര്യം പറഞ്ഞിരുന്നു. സുപ്രിയയുടെ ബാനറിൽ ഹരിപോത്തനാണ്. ഹരിപോത്തൻ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളായിരുന്നു. അങ്ങനെക്കുറിച്ച് ഇപ്പം ഇല്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പടങ്ങളെക്കുറിച്ച് ഇനി വരുന്ന ചില എപ്പിസോഡുകളിൽ ഞാൻ പറയാം. സുപ്രിയ അതിൽ ഹരിപോത്തൻ പാട്ടിനും കഥയ്ക്കും ഒക്കെ വളരെ സെലക്റ്റീവ്, വളരെയധികം ആലോചിച്ച് സെലക്ട് ചെയ്ത് പടങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യുന്നു. വളരെ രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ഈ ഹരിപോത്തൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത ഈ പടത്തിൽ ഗാനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതും വളരെ സെലക്ട് ചെയ്ത് ചുമ്മാ ഒരു പാട്ട് ഇരുന്നോട്ടെ എന്നുള്ള അർത്ഥത്തിലല്ല പാട്ടുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്ക് ഇതിൻ്റെ കഥ മനസ്സിലാക്കിയിട്ട് കഥ പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ നാടകം കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളവരാണല്ലോ ഈ ഇങ്ങനെ വയലാറും ദേവരാജനും. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള പാട്ടുകളാണ് ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ കറുത്ത ചക്രവാളമതിലുകൾ ചൂഴും കാരാഗ്രഹമാണു ഭൂമി, തലയ്ക്കു മുകളിൽ ശൂന്യാകാശം, താഴെ നിഴലുകളിഴയും നരകം. അങ്ങനെ പാട്ടുണ്ട്. അതിൽ വർണ്ണചിത്രങ്ങൾ വരയ്ക്കുവാനെത്തുന്ന വൈശാഖസന്ധ്യകളെ, ഞങ്ങളെ മാത്രം കറുത്ത ചായം മുക്കി എന്തിനീ മണ്ണിൽ വരച്ചു, വികൃതമായി എന്തിനീ മണ്ണിൽ വരച്ചു. വളരെ രസമായിട്ട് അത് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ മാത്രം കറുത്ത, കാരണം അവർക്ക് ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയില്ല. അവരുടെ ലൈഫ് കഴിഞ്ഞു. ജീവിതം എന്ന് മരിക്കുന്നു അന്ന് വരെ ജീവിതം ഇങ്ങനെ എല്ലാവരാലും വെറുക്കപ്പെട്ട എല്ലാവരിലും അറപ്പുളവാക്കിക്കൊണ്ട് ഇങ്ങനെ ജീവിതം മരണം വരെ തള്ളി നീക്കുക എന്ന് പറയുന്നൊരവസ്ഥയിലാണ് ഇവരിയ്ക്കുന്നത്. അപ്പം അതിൽ കവിഭാവന നോക്കിയാൽ വർണ്ണചിത്രങ്ങൾ വരയ്ക്കുവാനെത്തുന്ന വൈശാഖസന്ധ്യകളെ ഞങ്ങളെ മാത്രം കറുത്ത ചായം മുക്കി എന്തിനീ മണ്ണിൽ വരച്ചു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ആ സീനിൽ ഈ ശരിക്കും ഈ സില്ലൗട്ട് പോലെ ആൾക്കാരിങ്ങനെ വെറുതെ നടത്തു മുതൽ ഈ ക്യാമറയിലേക്ക് വരുന്നതായിട്ടും ഒക്കെ ഉള്ള വളരെ രസകരമായിട്ടുള്ള ക്യാമറ വർക്കും, എല്ലാവരും അവരുടെ അംഗങ്ങൾ പോലും തിരിച്ചറിയാൻ പറ്റില്ല, ഒരു ഇരുട്ട് മൂടിയ രൂപങ്ങളായിട്ടാണ് ആ പടം എടുത്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര രസമായിട്ടുള്ള കണ്ടു മനസ്സിലാക്കേണ്ട ഒരിതാണ്. ഈ അശ്വമേധത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാനൊരു പാട്ട് പാടാൻ ശ്രമിച്ചില്ലേ, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്. ഈ പാട്ടിന് നാടകത്തിലെ പാട്ടായിരുന്നു. അത് കെ രാഘവനാണ്, അത് വയലാരെഴുതി രാഘവൻ മാഷാണ് അത് ട്യൂൺ ചെയ്തിരുന്നത്. അന്നും ഇന്നും അത് ഹിറ്റാണ് ആ പാട്ട്, പാമ്പുകൾക്ക് മാളമുണ്ടെന്ന് പറഞ്ഞ്. ഇപ്പോഴും ഈ നാടകങ്ങൾ പലരും പല സ്ഥലങ്ങളിലായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അന്നേരം ഈ പാട്ടുകൾ ഉപയോഗിക്കാറുണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും എത്ര വർഷം 62 മറ്റാണ് ആദ്യമായിട്ട് ഈ നാടകം വരുന്നത്. 62-63 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് നാടകം അരങ്ങേറുന്നത്. ഇന്ന് തുടങ്ങി ഇന്ന് വരെയായിട്ട് ഇത്രയും കാലമായിട്ടും ആ പാട്ട് ഹിറ്റായിട്ട് നിൽക്കുന്നു. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന് ഈ നാടകത്തിൽ വന്ന പാമ്പുകൾക്ക് മാളമുണ്ടെന്നുള്ള ആ സ്ഥാനത്ത് സിനിമയിൽ വന്നിരിക്കുന്ന പാട്ട് വെള്ളിയേട്ടൻ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലേ? ഏറ്റവും കൂടുതൽ മലയാളികൾ കണ്ടിരിക്കുന്നല്ലേ, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ടി വിയിലൂടെ സംപ്രേഷണം ചെയ്യപ്പെട്ട സിനിമ വെള്ളിയേട്ടൻ. അപ്പോൾ വെള്ളിയേട്ടൻ സിനിമയിൽ മമ്മൂട്ടിയാണ് ഹീറോ. മമ്മൂട്ടിയുടെ അനിയന്മാരായിട്ട് 3-4 പേരുണ്ടല്ലോ. അതിൽ ഏറ്റവും ഇളയ അനിയൻ, പുള്ളിക്കൊരു ഫിസിക്കലി ഇച്ചിരി പ്രശ്നക്കാരനാണ്, ഹാൻഡിക്യാപ്ഡ് എന്ന് ഇപ്പം പറയാൻ പറ്റില്ലല്ലോ, ഫിസിക്കലി ചലഞ്ച്ഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു അനിയനുണ്ട്. സുധീഷാണ് ആ വേഷം ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കക്ഷിയാണ് ഈ സുധീഷ്. ഞാൻ ചെയ്ത കുറേ പടങ്ങൾ അടൂരിൻ്റെ അനന്തരത്തിലാണ് ആദ്യം വരുന്നത്. ഗംഭീരമായിട്ട് അജയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ബാല്യമല്ല മറ്റേ യൗവനത്തിലെത്തുന്നതിന് ഇടയ്ക്കുള്ള കൗമാരദശയിലുള്ള അജയനെ അവതരിപ്പിച്ചത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള അവതരണമായിരുന്നു അത് സുധീഷ് തന്നെ ഈ യാഥാരം എന്ന് പറഞ്ഞ പടത്തിലൊക്കെ വന്നിട്ടുണ്ട്. യാഥാരം എന്ന് പറഞ്ഞ പടത്തിൻ്റെ പരസ്യങ്ങൾ ഞാൻ ചെയ്യുന്ന സമയത്ത് എഴുതിയിരുന്നു പരസ്യവാചകമായിട്ട്, വിളയുടെ കരുത്ത് മുളയിലേ അറിയാം എന്നും പറഞ്ഞിട്ട്, പയ്യനാണല്ലോ, അപ്പോൾ ആ ഭാവിയിലൊരു നല്ല നടനായി തീരാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയിൽ ഒരു പരസ്യവാചകമൊക്കെ ഞാൻ സുധീഷിന് വേണ്ടി പ്രത്യേകം എഴുതി ചേർക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സുധീഷ് ഈ വെള്ളിയേട്ടൻ്റെ അകത്ത് പുള്ളി എന്തോ ബോറടിച്ചിരിക്കുമ്പോഴത്തേക്കും ആ ബോറടി മാറ്റാൻ വേണ്ടി റേഡിയോ ഓൺ ചെയ്യും. അപ്പം അതിനകത്ത് കേൾക്കുന്ന പാട്ട്, റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന പാട്ട് ഓർമ്മയില്ലേ,
വഴിയറിയാതെ മുടന്തി നടക്കും. ഉടനെ ഈ പുള്ളി ചാടി ഈ സെറ്റ് ഓഫ് ചെയ്യും. കാരണം ഈ വഴിയറിയാതെ മുടന്തി നടക്കുന്നു. ഇവൻ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ചെയ്യുമ്പോൾ കേൾക്കുന്ന ഇവൻ്റെ തന്നെ ഇതായിട്ടുള്ളൊരു പരാധീനത പറയുന്നൊരു പാട്ടാണല്ലോ. അങ്ങനെ ആ പാട്ട് ഈ അശ്വമേധത്തിലാണ്. ഒരിടത്തു ജനനം കാമ്പിശ്ശേരിക്കാരാണ്, ഒരു കുഷ്ഠരോഗി ഇങ്ങനെ വഴിയെ ഇങ്ങനെ നടക്കുന്നതായിട്ടുള്ളൊരു ഇതാണ്. അത് നല്ല രസമുള്ള, മുമ്പേ പറഞ്ഞില്ലേ, വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളാണ്. കരളിലെ ചെപ്പിൽ സ്വപ്നമെന്നൊരു കള്ളനാണയം ഇട്ടതാര് നല്ല രസമുള്ള വരികളുമൊക്കെയാണ്. അത് ഒരു കുഷ്ഠരോഗി കാമ്പിശ്ശേരിക്കാരനായ നന്നായിട്ട് ചെയ്തിരിക്കുന്നൊരു വേഷമാണ്. പിന്നെ അതിൽ ഒരു പുള്ളുവം പാട്ടുണ്ട്. തെക്കും കൂറടിയാത്തി തളിരു പുള്ളോത്തി സർപ്പം പാട്ടിനു പാടാൻ പോയി. ഈ പാട്ട് നമ്മുടെ ഡെന്നീസ് ജോസഫ് അഥർവ് എന്ന് പറഞ്ഞ പടം സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള കുറച്ച് പാട്ടുകളിൽ ഒരു പുള്ളുവ സ്ത്രീ, പുള്ളുവത്തി വരുന്നുണ്ട്. ജയഭാരതിയാണ് ആ വേഷം ചെയ്യുന്നത്. അപ്പോൾ ജയഭാരതി പാടുന്നതായിട്ടുള്ള, ജയഭാരതിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു വേഷമാണ്. അപ്പോൾ ജയഭാരതി പാടുന്നതായിട്ടുള്ള ചാരുഹാസനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു സീനാന്ന് തോന്നുന്നു. അതിൽ ജയഭാരതി പാടുന്നതായിട്ടുള്ളൊരു ഒരു പുള്ളുവം പാട്ട് വേണം. അപ്പോൾ ഇത് അഥർവത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ ഇളയരാജയായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെ വേണം എന്നുള്ള അറിയാനായിട്ട് ഡെന്നീസുമായിട്ട് ഡിസ്കഷൻ്റെ സമയത്ത് പുള്ളിക്ക് വലിയ പിടിയില്ല, എന്താ ഈ സർപ്പം പാട്ടെന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഇളയരാജയ്ക്ക് എന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നാണ് ഡെന്നീസ് പറഞ്ഞത്. അപ്പോൾ ഇതെന്താണെന്നൊരു സാമ്പിൾ എന്തെങ്കിലും കേൾപ്പിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡെന്നീസ് മുകളിൽ കൊടുത്ത ഈ പാട്ടാണ്. തെക്കും കൂറടിയാത്തി തളിരു ഉള്ളോ, മതി പോതും എന്ന് പറഞ്ഞിട്ട് ആ സാധനം എടുത്തിട്ട് അമ്പിളിക്കലയും നീരും എന്ന് പറഞ്ഞ പാട്ടിന് പ്രചോദനമായത്, അല്ലെങ്കിൽ ഈ അഥർവത്തിലെ പാട്ട് ട്യൂണിന് സാമ്പിളായിട്ട് ഡെന്നീസ് പറഞ്ഞു കൊടുത്ത പാട്ട് ഇതിലെ പാട്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അകത്ത് ഈ ഇവർക്ക് അസുഖം, ഈ ഞാൻ ഡോക്ടർ തോമസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഡോക്ടർ തോമസ്, അതായത് സത്യം ചെയ്യുന്ന വേഷം, പുള്ളിയുടെ കുടുംബജീവിതം തന്നെ തകരാറാകും. പുള്ളി കൂടുതൽ സമയം കുഷ്ഠരോഗത്തിന് എതിരായിട്ട് ഇതായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഇതിനെതിരായിട്ടുള്ള സിറം, വാക്സിൻ കണ്ടുപിടിക്കാനുള്ള ശ്രമം, കൂടുതൽ സമയം അവിടെ കുഷ്ഠരോഗികളുടെ കൂടെ പെരുമാറുന്നു. പിന്നെ ഇവർക്ക് സരോജത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി സംഭവങ്ങളിലൂടെ ഇയാളുടെ കുടുംബജീവിതം തന്നെ തകരാറാവുകയാണ്. ഭാര്യയായിട്ട് സുകുമാരിയാണ് ആ വേഷം ചെയ്യുന്നത്. ഗേളി എന്നാണ് പേര്. സുകുമാരി പിണങ്ങിപ്പോകാൻ ശ്രമം നടത്തി, വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോകൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇയാളുടെ ഈ ലൈഫ്, ഇയാൾ ഒത്തോട്ട് ജീവിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വളരെ രസകരമായിട്ട്, അതായത് ഓരോ സീനും ഇങ്ങനെ പിരിമുറുക്കം കൂടി വരുന്ന ഒരു പടമാണ് ഈ അശ്വമേധം എന്ന് പറയുന്നത്. അതിൽ അവസാനം ഇവർക്ക് അസുഖം ഇല്ല, അല്ലെ അസുഖം മാറി ഷീലയ്ക്ക് എന്ന് പറയുന്നൊരു സീനുണ്ട്. അവസ്ഥ വന്നു കഴിയുമ്പം അതാണ് ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള അവസ്ഥ. അസുഖമില്ല, അസുഖം മാറി എന്നുള്ള അവസ്ഥ വന്നു കഴിയുമ്പം ഇവൾ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ കയറ്റുകയില്ല. കാരണം അപ്പോഴത്തേക്കും അവിടെ മറ്റേ പെങ്ങളുടെ കല്യാണം റെഡിയായിരിക്കുന്നു. അപ്പോൾ ഇവളൊരു അസുഖമുള്ളൊരു പെണ്ണ്, കുഷ്ഠരോഗം സാനിറ്റോറിയത്തിൽ നിന്ന് ഒരു പെണ്ണ് വന്നിരിക്കുന്നത്, അത് ഈ വീട്ടിൽ ഇവളുടെ ചേച്ചിയാണെന്നൊക്കെ അറിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വലിയ പ്രശ്നം, മോളെ നീ പോകണം, ഇവിടുന്ന് ഇറങ്ങിപ്പോകണം എന്നൊക്കെ പറയുന്നൊരവസ്ഥയിലേക്ക് പോവുകയാണ്. കാമുകൻ ഇതിൻ്റെ ഇടയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു, ഈ കുഷ്ഠരോഗിയെ കെട്ടാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ ജീവന തുല്യം സ്നേഹിക്കുന്ന എനിക്ക് അവൾ മതിയെന്ന് പറഞ്ഞ് സ്വന്തം ചിലവിൽ കല്യാണക്കുറിയൊക്കെ അടിക്കാൻ റെഡിയായ നസീർ വേണ്ടാന്ന് വെച്ചിട്ട് പുള്ളി സ്വപ്നം കാണുന്നു ഇയാൾക്ക് ഈ അസുഖം വന്നിട്ട് ഈ വിരലൊക്കെ അറ്റുപോകുന്നതായിട്ടും ഇതൊക്കെ നസീർ സ്വപ്നം കണ്ട് പേടിക്കാൻ തുടങ്ങുന്നു. അപ്പം അങ്ങനെ വല്ലാത്തൊരു സ്റ്റേജ് വന്നിട്ട് ഈ സരോജം, അതായത് ഷീല തിരിച്ച് ഡോക്ടറൊക്കെ ചെന്നിട്ട് പറയും, രോഗമുള്ളപ്പോൾ എനിക്ക് കുഷ്ഠരോഗം ഈ സാനിറ്റോറിയത്തിലെങ്കിലും എനിക്ക് അഭയം ഉണ്ടായിരുന്നു, രോഗം മാറിയപ്പോൾ എനിക്ക് ഭൂമിയിൽ ഒരിടത്തും കഴിയാനുള്ള അവകാശമില്ലേ ഡോക്ടർ എന്നൊക്കെ പറയുന്ന നെഞ്ച് ചങ്കിന് കൊള്ളുന്ന ഡയലോഗുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഭയങ്കര രസമായിട്ടുള്ള സിനിമയായിരുന്നു. അങ്ങനെ ട്രാജഡിയിലേക്ക് പോകുന്നതായിട്ടുള്ളൊരു കഥയായിരുന്നു ഈ അശ്വമേധം എന്ന് പറയുന്നത്. ഈ ഷീലയുടെ സരോജത്തിൻ്റെ കുഷ്ഠരോഗം മാറി എന്നറിയുമ്പോൾ നമുക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലും ഇതൊക്കെ വന്നു കഴിയുമ്പോൾ അവിടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് വരുന്ന, അല്ലെ മാറ്റത്തിൻ്റെ പുതിയ ഇതിൻ്റെ കുളമ്പടി ശബ്ദം കേൾക്കുന്നു എന്നുള്ള മട്ടിൽ ഇവിടെ ഈ രോഗം മാറിക്കഴിഞ്ഞിട്ട് അവിടെ ഒരു നേഴ്സിനെ പോലത്തെ ജോലി സ്വീകരിക്കാൻ റെഡിയാവുകയാണ്. അങ്ങനെയുള്ള ആ ഒരു സമയത്തൊരു മാറ്റത്തിൻ്റെ കാലഘട്ടം വരുന്നു എന്നുള്ള മട്ടിൽ ഉദയഗിരി ചുവന്നു ഒരു യുഗമുണരുന്നു എന്ന് പറഞ്ഞ് കുതിരക്കുളമ്പടികളുടെ പശ്ചാത്തല സംഗീതമൊക്കെ ആയിട്ട് വെച്ചിട്ട് നല്ലൊരു പാട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ മൊത്തം 5 പാട്ടായിരുന്നു അശ്വമേധം എന്ന് പറയുന്ന സിനിമയിലുണ്ടായിരുന്നത്. എല്ലാം നല്ല പാട്ടുകളാണ്, എല്ലാ പാട്ടുകളും വളരെ ഹിറ്റാവുകയും ചെയ്തായിരുന്നു. ഈ അശ്വമേധം എന്ന് പറയുന്ന പടത്തിൻ്റെ വൻ വിജയമായിരുന്നു. അതിൻ്റെ ആ വിജയവും ഇതെല്ലാം 1967 ആ പടം വരുന്നത്. അത് കഴിഞ്ഞിട്ട്
അതിനൊരു രണ്ടാം ഭാഗം ഉണ്ടായി. ആ നാടകം ഉണ്ടായിരുന്നു. തോപ്പിൽ ഭാസ്കരൻ എഴുതിയ ഒരു നാടകമായിരുന്നു. അശ്വമേധം സംവിധാനം ചെയ്തത് വിൻസെൻ്റ് മാഷായിരുന്നു. വിൻസെൻ്റ് ആയിരുന്നു ചെയ്തത്. അപ്പം ഈ രണ്ടാമത്തെ ഭാഗം വന്നപ്പോൾ സംവിധായകനൊക്കെ മാറി. അതിൻ്റെ പേര്, ആ പടത്തിൻ്റെ പേര് ശരശയ്യ എന്നായിരുന്നു. ആ ശരശയ്യെ പറ്റിയുള്ള അത് ഞാൻ കാര്യങ്ങൾ മറ്റൊരു എപ്പിസോഡിൽ